നമസ്കാരം. ജഷൻ ലോയ്സ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാം പ്രേക്ഷകർക്കും സ്വാഗതം. വലിയൊരു ഹായ് എല്ലാവർക്കും. ഇന്ന് കൃപാസനമായി സംബന്ധമായിട്ടൊരു ചോദിച്ചൊരു ക്വസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ കൃപാസനത്തില് ഒരു ഉടമ്പടിയൊക്കെ എടുത്ത് നമുക്കൊരു അനുഗ്രഹം കിട്ടി. പലരും അത് എന്താ പറയാ, അതിന്റെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന ഒരു രീതി നമുക്ക് അന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മള് മോസ്റ്റ്ലി നമ്മൾ കൃപാസനത്തിൽ പോയിട്ട് നമ്മൾ ഉടമ്പടി എടുത്ത് നമുക്ക് കാര്യം സാധിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയുന്ന ഒരു രീതിയുണ്ട്. അവിടെ നമ്മൾക്ക് ആൾക്കാരുടെ മുന്നിൽ നമ്മൾക്ക് പോയിട്ട് അവരുടെ പെർമിഷനോട് കൂടി നമ്മൾക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലേ. പലരും അങ്ങനെ നേരാറുണ്ട്. ഞാൻ നിങ്ങളുടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കാം നേരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ജസ്റ്റ് ഇന്നത്തെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടിയൊക്കെ എത്തിച്ച് നമുക്കൊരു പ്രാർത്ഥനയൊക്കെ എത്തിച്ച് നമ്മുടെ ആ ഒരു 90 days ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഉദ്ദിഷ്ട കാര്യം നമ്മൾക്ക് സാധിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സാക്ഷ്യമായിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളാണ് ചോദിച്ചത് ആക്ച്വലി. ഇപ്പൊ വിദേശത്തുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും ഇപ്പം അവിടെ പോയിട്ട് സാക്ഷ്യം പറയുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. നാട്ടിൽ പോയിട്ട് തന്നെയൊക്കെ ആയിരിക്കും പറയാനൊക്കെ സാധിക്കത്തുള്ളൂ അല്ലെ. അപ്പം അവർക്ക് ഉറപ്പായിട്ട് നമ്മൾക്ക് ഒന്നുകിൽ നമുക്ക് യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾക്കത് സാക്ഷ്യമായിട്ട് പറഞ്ഞ് നമ്മൾക്കൊരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യും, യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും കൃപാസന പത്രത്തിൽ നമ്മുടെ ആ ഒരു സാക്ഷ്യം നമ്മൾക്ക് എന്താ പറയാ പ്രസിദ്ധീകരിക്കാവുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മൾക്കത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു സാക്ഷ്യം എന്താണെന്നുള്ളത് ഒരു ചെറിയ വാക്കുകളിൽ എഴുതി അത് നമുക്ക് സാക്ഷ്യമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ നല്ലൊരു കാര്യം. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവരൊപ്പം നമ്മളിപ്പോ കൃപാസനത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയുക എന്നുള്ളത് ഇപ്പൊ അവിടെ തന്നെ പറയണമെന്ന് നമുക്ക് നിർബന്ധം അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് കുറച്ച് വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് നാട്ടിൽ പോകുന്ന സമയം എപ്പോഴാണോ അപ്പൊ പോയിട്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോ കറക്റ്റ് സമയത്ത് തന്നെ സാക്ഷ്യം പറയണം എന്നൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ നമ്മൾക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് ആൾക്കാരുടെ മുന്നിൽ പോയി നിന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് കൃപാസന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുകയോ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് കൃപാസനത്തിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂട്യൂബ് ചാനലിലുള്ളവരോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് റിവീൽ ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസും നമ്മൾക്കുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾക്ക് ഓൺലൈനിലൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൃപാസനത്തിന് വേണ്ടിയിട്ട് ഒരു ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് മോസ്റ്റ്ലി ഉള്ളത്. പള്ളി പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് സാക്ഷ്യം പറഞ്ഞാലും മതി. കൃപാസന സാക്ഷ്യം നമ്മൾ പ്രസിദ്ധീകരണങ്ങൾ വഴി അറിയിക്കാനാണെന്നുണ്ടെങ്കിൽ കൃപാസനത്തിന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള നമ്മുടെ കൃപാസന പത്രത്തിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഒക്കെ നമ്മൾക്ക് നെറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആണല്ലേ. സോ അപ്പൊ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എത്ര രൂപയാവും എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ഒരു കോൺടാക്റ്റിലൂടെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അന്വേഷിച്ച് അങ്ങനെ പത്രത്തിൽ നമ്മൾ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ സാക്ഷ്യം നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പൊ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ആക്ച്വലി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിദേശത്തായിരിക്കുന്നവരൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നമ്മൾ പോയിട്ട് സാക്ഷ്യമായിട്ട് പറഞ്ഞു പോരാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പം ചിലർക്കൊന്നും അങ്ങനെ കയറി നിന്ന് പറയാനൊന്നും കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടായിരിക്കും. ഇപ്പം ആൾക്കാരുടെ മുന്നിലൊക്കെ കയറി ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ശങ്കയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൃപാസനത്തിൽ പോകുമ്പോൾ മാതാവിന് മുന്നിൽ നിന്ന് നമുക്ക് മാതാവ് അനുഗ്രഹിച്ച കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞാലും മതി കേട്ടോ. അതോടൊപ്പം തന്നെ അത് വേറൊരാൾ ചോദിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആക്ച്വലി നമ്മൾ കൃപാസനത്തിൽ പോകുന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ എത്ര രൂപയാവും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്ക് വെഞ്ചരിച്ച സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ പത്രം മേടിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് നമുക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഫീസ് ആവുന്നുണ്ട്. ഏകദേശം ഒരു 500 രൂപ താഴെയാണ് അത് നിൽക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് തിരി മേടിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നാട്ടിൽ പോയിട്ട് പ്രേക്ഷിത അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും നമ്മൾക്ക് ഒരു 500 രൂപ താഴെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഉടമ്പടികൾ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാവുന്നതായിരിക്കും. പിന്നെ അവിടെ പോയി നമ്മൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് താമസവും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം KSRTC എടുത്താണെന്നുണ്ടെങ്കിൽ റൂമുകൾക്കൊക്കെ 500-600 രൂപക്കൊക്കെ നമുക്ക് റൂം കിട്ടും. ഇത് പുറത്തുനിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ 300-400 രൂപയിലൊക്കെ തീരുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ചെലവുകൾ കാര്യങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. അപ്പം അതും ചോദിച്ചിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വിചാരിച്ചു. അപ്പൊ നമ്മൾ ഉൾപ്പെടുത്തുവാണ് ഇതിനകത്തൊക്കെ. അപ്പം എല്ലാവർക്കും നല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.